സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. 1-ാം അധ്യായം തുടങ്ങുകയാണ്. ഷഷ്ഠസ്കന്ധം 19-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായി വിവരിച്ചു കഴിഞ്ഞു. ഇന്ന് സപ്തമസ്കന്ധം 7-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായമാണ് വിവരിക്കുന്നത്. ഇതിൽ വിദ്വേഷസ്മരണയാണ് 1-ാമത്തെ അധ്യായം. വിദ്വേഷസ്മരണ. നമ്മൾ ഒരു വ്യക്തിയെ ദേഷ്യത്തോടെ ഓർക്കും, സ്നേഹത്തോടെ ഓർക്കും. അപ്പോൾ വിദ്വേഷത്തോടെയും നമ്മൾ ഒരാളോട് നമ്മളോടൊരാൾക്ക് വിദ്വേഷമുണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരാളോട് വിദ്വേഷമോ പകയോ ഉണ്ടായാൽ അവരെ നമ്മൾ നിരന്തരം ആ പകയുടെ പേരിൽ ഓർത്തുകൊണ്ടിരിക്കും, വിദ്വേഷത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ സ്നേഹമുണ്ടായാലും സ്നേഹത്തിന്റെ പേരിൽ നിരന്തരം ഓർക്കും. ഇത് ഭഗവാനെ നിരന്തരം വിദ്വേഷം കൊണ്ട് സ്മരിച്ചവരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവൻ, സകലരിലും സമനും എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനുമാണല്ലോ ഭഗവാൻ. എന്നിട്ടും വിഷമ ഭാവത്തോടു കൂടിയ ഒരു സാധാരണക്കാരനെ പോലെ ഭഗവാൻ ഇന്ദ്രന് വേണ്ടി അസുരന്മാരെ കൊല്ലുന്നതിന് കാരണം എന്താണ്? അതായത് ദേവന്മാരുടെ പക്ഷം ചേർന്നുകൊണ്ട് അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി പല പല അവതാരമെടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ദേവന്മാരും അസുരന്മാരും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടിയല്ലേ? എന്നിട്ട് ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റൊരു പക്ഷത്തിനെ നിരന്തരം ഭഗവാൻ ഇല്ലാതാക്കുന്നതിന് കാരണം എന്താണ്? മോക്ഷസ്വരൂപനായ ഭഗവാന് ദേവന്മാരെ കൊണ്ട് സാധിക്കേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. നിർഗുണനായ അവിടത്തേക്ക് അസുരന്മാരോട് വിദ്വേഷവുമില്ല. ഇങ്ങനെയുള്ള ശ്രീനാരായണ സ്വാമിയുടെ സമഭാവനയെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്ത സംശയം തോന്നുന്നു എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. അത് നമുക്കും ചിലപ്പോൾ സംശയം തോന്നാം, അല്ലേ? ഭഗവാൻ നിർഗുണ പരബ്രഹ്മമായ ഭഗവാൻ ഒരു ഭാഗത്തിന്, തൻ്റെ സൃഷ്ടിയിൽ ഒരു ഭാഗത്തിന് വേണ്ടി നിന്നുകൊണ്ട് മറ്റൊരു ഭാഗത്തിനെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കും തോന്നാം. മഹാബലിയും അസുര ചക്രവർത്തിമാരായ മഹാബലി വലിയ നമ്മൾ വൃത്രാസുരനെ കുറിച്ചും പഠിച്ചു. അവരൊക്കെ വലിയ വലിയ ഭക്തന്മാരായിരുന്നു, ഭഗവാൻ ഏറെ പ്രിയമുള്ളവരായിരുന്നു. എന്നിട്ടും ഭഗവാൻ അവരെയൊക്കെ ദേവേന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തു എന്നാണ് നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യുകയാണോ ഭഗവാൻ ചെയ്തത്? അവരർഹിക്കുന്ന അവരുടെ ആ ഭക്തി, ഉറച്ച ഭക്തിയുടെ യഥാർത്ഥത്തിലുള്ള അതിനുള്ള അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവരെയൊക്കെ ഭഗവാനാൽ തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിയത്. അത് നമ്മൾ ഈ വിദ്വേഷ സ്മരണയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. ഭഗവാന്റെ അത്ഭുതകരമായ ചരിത്രത്തെയും ഭക്തന്റെ മാഹാത്മ്യത്തെയും പ്രകാശിപ്പിക്കുന്ന അവതാര കഥയെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഇത് നാരദാദി മഹർഷിമാർ വർണ്ണിക്കുന്നതാണ്. ഇത് കേട്ടാൽ അങ്ങയുടെ സംശയം തീരും. സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങൾ ഇല്ലാത്തവനാണ് ഭഗവാൻ. ജനനമില്ലാത്തവനാണ് ഭഗവാൻ. ആർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ അദൃശ്യനുമാണ് അദ്ദേഹം. പ്രകൃതിക്ക് അതീതനാണ്. കാരണം പ്രകൃതി സൃഷ്ടിച്ചത് തന്നെ ഭഗവാനാണ്. അപ്പോൾ പ്രകൃതിക്ക് അതീതനാണ് ഭഗവാൻ. തൻ്റെ മായ കൊണ്ട് 3 ഗുണങ്ങളിലൂടെ പ്രപഞ്ച സ്വരൂപേണ പ്രകാശിക്കുന്നവനാണ് ഈശ്വരൻ. പ്രപഞ്ചാകാരേണ വിളങ്ങുമ്പോൾ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഭഗവാൻ തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ച രൂപത്തിൽ ഭഗവാൻ വിളങ്ങുമ്പോൾ കൊല്ലാൻ നിൽക്കുന്നതും ഭഗവാൻ തന്നെ. ആ കൊല്ലപ്പെടുന്നവനും ഭഗവാന്റെ സൃഷ്ടി തന്നെ. ഏതുപോലെയാണത്? സമുദ്രത്തിൽ തിരമാലകൾ പരസ്പരം അടിക്കുമ്പോൾ അടിക്കുന്ന തിരമാലയും അടികൊള്ളുന്ന തിരമാലയും എല്ലാം സമുദ്രം തന്നെയല്ലേ?
സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ അടിക്കുന്ന തിരമാലയും അടി ഉള്ളുന്ന തിരമാലയും നുരയും പതയും എല്ലാം. അതെല്ലാം സമുദ്രത്തിന്റെ തന്നെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് പരമാത്മാവായ ഭഗവാനും ഇവിടെ കൊല്ലപ്പെടുന്നവരും കൊല്ലാൻ നിൽക്കുന്ന ആ കാലസ്വരൂപനായ ഭഗവാനും. അപ്പോൾ ഈ ത്രിഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളാണെന്ന് പറഞ്ഞു. ആത്മാവിന്റെ ഗുണങ്ങളല്ലത്. ആത്മാവിന് ഈ 3 ഗുണങ്ങളുമില്ല. അതുകൊണ്ടാണ് ആത്മാവ് വളരെ ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുന്നത്. ഈ ഗുണാതീതമായി ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ തുര്യാവസ്ഥ. നമ്മുടെ സ്വപ്ന സുഷുപ്തി നിദ്രയ്ക്കുമൊക്കെ ശേഷം വരുന്ന തുര്യാവസ്ഥയിൽ നമ്മൾ ഗാഠനിദ്രയിൽ നമ്മൾ സത്വരജസ്തമോ ഗുണങ്ങൾക്കൊക്കെ അതീതമാണ്. അതാണ് ആത്മാവിന്റെ യഥാർത്ഥ പ്രകൃതി. അവിടെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ശരീരം ഗാഠമായ ആ ഒരു വിശ്രമവേളയിലേക്ക് പോകുമ്പോൾ ആ ശരീരത്തിൽ എല്ലാം അടങ്ങുകയാണ്, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം. അപ്പോഴാ ഗാഠമായിട്ടുള്ള ആ നിദ്ര, ആ തുര്യാവസ്ഥയിൽ നമുക്ക് ഈ ത്രിഗുണങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. അതെന്താണ്? ആത്മാവിന്റെ ഭാവമാണത്. അപ്പോൾ പ്രകൃതിയിൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ദേവന്മാരായും രജോ ഗുണം അഭിവൃദ്ധിപ്പെടുമ്പോൾ അസുരന്മാരെയും തമോ ഗുണം വികസിക്കുമ്പോൾ യക്ഷരാക്ഷസന്മാരെയും അതാത് ഗുണങ്ങൾക്കനുസരിച്ച് ഭഗവാൻ സഹായിക്കുന്നത് പോലെ തോന്നുകയാണ്. ഗുണങ്ങളുടെ വൃദ്ധിക്ഷയങ്ങളാണ് അവരുടെ ജയ പരാജയങ്ങൾ. ഗുണങ്ങളുടെ വൃദ്ധി എന്ന് വെച്ചാൽ ഗുണങ്ങളുടെ വർധനവും ആ ഗുണങ്ങളുടെ ക്ഷയം നാശവുമാണ് ഈ രാക്ഷസന്മാരുടെയും ദൈത്യന്മാരുടെയൊക്കെ ജയപരാജയങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത്. പരമാത്മാവായ ഭഗവാൻ 3 ഗുണങ്ങൾക്കും അവ കൊണ്ട് സംഭവിക്കുന്ന ജയപരാജയങ്ങൾക്കും സാക്ഷി മാത്രമാണ്. അഗ്നി വിറകിന്റെ ആകൃതി അനുസരിച്ച് പലതായി തോന്നപ്പെടുന്നത് പോലെ പരമാത്മാവായ ഭഗവാനും പ്രകൃതിയുടെ ഗുണങ്ങളിലൂടെ വേറെ വേറെ ആകൃതികളോട് കൂടിയവനായി നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ അഗ്നി വിറകിലും പല സ്ഥലങ്ങളിലും വലിയ വിറകിൽ വലുതായിട്ട് ജ്വലിക്കും, ചെറിയ വിറകിലാണെ അത് വളരെ നേർത്ത രൂപത്തിൽ. ആ അഗ്നി തന്നെ നിലവിളക്കിൽ പ്രകാശിക്കുന്നത് വേറൊരു രൂപത്തിൽ. അപ്പോൾ അഗ്നി എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. അത് പ്രകാശിക്കുന്ന വസ്തുവിന്റെ രൂപം അതിന് കാണുന്നത് പോലെ ഈ ഗുണങ്ങൾ നിറഞ്ഞ ജീവജാലങ്ങളുടെ ഭാവത്തിൽ ഭഗവാനെ വ്യത്യസ്തമായി കാണുകയാണ്. പക്ഷേ ആ കത്തുന്ന തടിയല്ലല്ലോ, വിറകല്ലല്ലോ അഗ്നി, അതിൽ പ്രകാശിക്കുന്നു എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ത്രിഗുണങ്ങളിൽ കാണപ്പെടുന്ന ആ ത്രിഗുണങ്ങളാൽ വഹിക്കപ്പെടുന്ന ജീവാത്മാക്കൾ അല്ല ഭഗവാൻ, അതിൽ പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്ന് സാരം. അപ്പോൾ കാര്യകാരണങ്ങളിൽ നിന്ന് അതീതനായി ഭഗവാനെ കാണാൻ കഴിയാത്ത അവിവേകികളാണ് ഭഗവാന് ചിലരോട് പ്രീതിയും മറ്റു ചിലരോട് അപ്രീതിയുമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത്. വിവേകികളായിട്ടുള്ളവർ വിചാരം ചെയ്ത് ശരീരത്തിൽ വികാരരഹിതനായി വിളങ്ങുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. ജീവന്മാർക്ക് ശരീരങ്ങളെ സൃഷ്ടിക്കാനായി പരമാത്മാവായ ഭഗവാൻ തന്റെ മായ കൊണ്ട് രജോ ഗുണത്തെ ഉത്തേജിപ്പിക്കുന്നു. ഓരോ അവതാരങ്ങളും സ്വീകരിച്ച് വിനോദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സത്വഗുണത്തെ പ്രേരിപ്പിക്കുന്നു. എല്ലാറ്റിനെയും സംഹരിച്ച് യോഗനിദ്രയിൽ മുഴുകാൻ ആഗ്രഹിക്കുമ്പോൾ തമോ ഗുണത്തെയും പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ മായ ലീലകൾക്ക് വേണ്ടിയിട്ടാണ്, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് രജോ ഗുണത്തെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോ അവതാരങ്ങളും സ്വീകരിച്ച് വിനോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സത്വഗുണത്തെ പ്രേരിപ്പിക്കുന്നു. സത്വഗുണ പ്രധാനമായ അവതാരങ്ങൾ ഉണ്ടാകുന്നു. എല്ലാറ്റിനെയും സംഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തമോ ഗുണരൂപനായി കാലസ്വരൂപനായി ഭഗവാൻ ആ ശിവാംശമായി മാറുകയാണ്. പ്രകൃതി പുരുഷന്മാരെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈശ്വരൻ അവയ്ക്ക് ആശ്രയമായ കാലത്തെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ കാലം, പ്രകൃതി പുരുഷന്മാർ ഇവ നിമിത്തം ഭഗവാന് അസ്വാതന്ത്ര്യം സംഭവിക്കുന്നില്ല. കാലശക്തി പ്രകൃതിയിൽ സത്വഗുണത്തെ വികസിക്കുമ്പോൾ ഭഗവാൻ ദേവന്മാരെ സഹായിക്കുന്നത് പോലെ തോന്നുകയാണ്. രജോ തമോ ഗുണപ്രധാനികളായ അസുരന്മാരെയും രാക്ഷസന്മാരെയും സംഹരിക്കുന്നത് പോലെയും തോന്നപ്പെടുകയാണ്. കാലശക്തി കൊണ്ട് സത്വാദി ഗുണങ്ങൾക്ക് വികാരമുണ്ടാകുമ്പോൾ
ദേവ അസുരാദികൾക്കുണ്ടാകുന്ന ജയപരാജയങ്ങൾ ഭഗവാൻ അവർക്ക് നൽകുന്നതായി അവിവേകികൾക്കാണ് തോന്നുന്നത്. ഇതിനെ സ്പഷ്ടമാക്കി തീർക്കാൻ ഞാൻ അങ്ങയ്ക്ക് ഒരു ഇതിഹാസം പറഞ്ഞു തരാം. യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ കൃഷ്ണനെ അഗ്രാസന പൂജ ചെയ്തുകൊണ്ട് ചേതി രാജാവായ ശിശുപാലൻ ഭഗവാനെ കഠിനമായി അധിക്ഷേപിച്ചു. അപ്പോൾ രാജസൂയ യാഗത്തിൽ, യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിൽ അഗ്രാസന പൂജ ചെയ്യുന്നത് ഭഗവാനെയായിരുന്നു, ശ്രീകൃഷ്ണനെ. അത് കണ്ടിട്ട് ചേതി രാജാവായ ശിശുപാലൻ ഭഗവാനെ വളരെ കൂടുതൽ കഠിനമായി ആക്ഷേപിച്ചു. അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ ചക്രായുധം കൊണ്ട് ശിശുപാലന്റെ തല മുറിച്ച് വീഴ്ത്തി. എല്ലാവരും നോക്കി നിൽക്കെ ശിശുപാലന്റെ ജീവചൈതന്യം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ച് മുക്തമായി തീർന്നു. ഈ മഹാ അത്ഭുതം കണ്ട് ആശ്ചര്യസ്തബ്ധനായ യുധിഷ്ഠിരൻ മഹർഷിമാർ കേൾക്കെ നാരദ മഹർഷിയോട് ചോദിച്ചു, ദേവർഷേ, ഇതെന്ത് ആശ്ചര്യമാണ്! ഏകാന്ത ഭക്തർക്ക് പോലും ദുർലഭമാണ് പരമതത്വമായ വാസുദേവനെ പ്രാപിച്ച് മുക്തനായി തീരുക എന്നത്. ഭഗവാനെ സദാ ദ്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ മുക്തനായി തീരാൻ എന്താണ് കാരണം? ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള യോഗികൾക്ക് പോലും ഭഗവാന്റെ പദത്തിൽ ചെന്ന് ചേരുക എന്നുള്ളത് വളരെ ദുർലഭമായ അവസ്ഥയായിരിക്കുന്ന ഈ അവസരത്തിൽ ഭഗവാനെ സർവ്വസമയം വിദ്വേഷിച്ചുകൊണ്ടിരുന്ന, ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിശുപാലൻ എല്ലാവരും നോക്കി നിൽക്കെ ആ ശിശുപാലന്റെ ആത്മാവ് ഭഗവാനിൽ ചെന്ന് വിലയം കൊണ്ടത് ഇനി കാരണം എന്താണ്? ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് നിരന്തരം സ്തുതിച്ചാലും ആ ഒരു പരമപദം ലഭിക്കുന്നില്ല. അപ്പോൾ വിദ്വേഷം കൊണ്ട് ഭഗവാനെ എപ്പോഴും വെറുപ്പോടെ സംസാരിക്കുന്നവർക്ക് ആ പദം കിട്ടി. അതിന്റെ കാരണം എന്താണ്? അപ്പോൾ ശിശുപാലനെ മാത്രമല്ല, നമ്മൾ പൂതനയൊന്നും ആലോചിച്ച് നോക്കൂ. ഭഗവാൻ വളരെ കുഞ്ഞു പ്രായത്തിൽ, ദിവസങ്ങൾ മാത്രമുള്ള കുഞ്ഞ്, ആ കുഞ്ഞാണ് പൂതനയാക്കിയത്. പൂതനെന്ന് വെച്ചാൽ എല്ലാ പാപങ്ങളും തീർന്നവളാക്കി മാറ്റി. ഓരോ അസുരന്മാരും, ശകടാസുരൻ, അങ്ങനെ എത്ര അസുരന്മാരാണ് ഭഗവാനെ വധിക്കുവാൻ വേണ്ടി എത്തിയത്. ഇവരൊക്കെ ആരായിരുന്നു സത്യത്തിൽ? അവരൊക്കെ ഭഗവാന്റെ കൈകൾ കൊണ്ട് പരമമായ മോക്ഷപദത്തെ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ എണ്ണി പറയാവുന്ന എത്രയോ അസുരന്മാരെയാണ്, അഘാസുരനെ, ധാരാളം അസുരന്മാരെയാണ് ഭഗവാൻ വധിച്ചത് ആ ചെറിയ പ്രായത്തിൽ തന്നെ. ഭഗവാന്റെ കൈകൾ കൊണ്ട് ശരീരം വിടുക എന്നുള്ളത് എത്രയോ ശ്രേയസ്കരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത്, കലികാലത്ത് മനുഷ്യരുടെ ശരീരം, ആത്മാവും ശരീരവും വേർപെടുന്നു. ജീവൻ വിട്ടുപോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ബന്ധപ്പെടുന്നവര്, വേണ്ടപ്പെട്ടവരെ ഒന്നും കാണാൻ കഴിയാതെ തണുത്തുറഞ്ഞ ഏതെങ്കിലും റൂമുകളിൽ കിടന്നാണ് അവനവന്റെ ബോധം പോലും നഷ്ടപ്പെട്ടിട്ട് ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത്. ഇത് ഭഗവാന്റെ കൈകൾ കൊണ്ട്, ഭഗവാന്റെ സ്പർശനത്താൽ, നോട്ടത്താൽ, ഭഗവാന്റെ ആ ശ്രദ്ധയാൽ, ഭഗവാന്റെ ആ ശരീരം രൂപം സ്വീകരിച്ച ആ ഒരു പ്രത്യക്ഷ സാക്ഷിയായി നിൽക്കുന്ന ഭഗവാന്റെ എല്ലാ അനുഭവങ്ങളും സാമീപ്യവും കൊണ്ട് മരണം സംഭവിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ശ്രേയസ്കരമാണ്. അപ്പോൾ ആ രാക്ഷസന്മാരായി, ദൈത്യന്മാരായി ഭഗവാന്റെ മുന്നിലെത്തി മരണം വരിക്കാൻ കാത്തുനിന്ന എല്ലാവരും എത്രയോ പുണ്യം ചെയ്തവർ, കോടി ജന്മാന്തരങ്ങളായിട്ട് നേടിയ പുണ്യങ്ങളാണ് അവരെല്ലാം. ആ ഭഗവാന്റെ കൈകൾ കൊണ്ട്, ആ ഓമന കൈകൾ കൊണ്ട് കുട്ടിക്കാലത്തെ, അത് കഴിഞ്ഞ് ഭഗവാൻ വലിയ ആളായതിനു ശേഷവും ഭഗവാന്റെ ആ ശക്തമായിട്ടുള്ള ഭക്തരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കരങ്ങൾ കൊണ്ട്, ആ കരങ്ങളാൽ ഓരോരുത്തരും സ്വർഗം പോകുന്നത് ആലോചിച്ച് നോക്കൂ. സ്വർഗമല്ല, ഭഗവാൻ വിഷ്ണു പദത്തിലെത്തുകയാണ്. സ്വർഗം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഫലം അനുഭവിക്കാൻ എത്തുന്ന സ്ഥലം മാത്രമാണ്. ആ ഒരു സങ്കേതത്തിൽ എത്തിയതിനു ശേഷം നന്മ തീരുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പോൾ ഭൂമിയിൽ ധാരാളം നന്മ ചെയ്യുന്നവർ ദേവന്മാരായും ജനിക്കും, സ്വർഗത്തിൽ ദേവന്മാരായിട്ടും ഇരിക്കാം. പക്ഷെ അവരുടെ നന്മയുടെ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഭൂമിയിൽ കർമ്മങ്ങൾ ബാക്കി അനുഭവിക്കാൻ വേണ്ടി മനുഷ്യ ശരീരമെടുത്ത് വരികയും ചെയ്യും. അപ്പോൾ സ്വർഗം അവസാനമല്ല, പരമമായ പദം ഭഗവാനിൽ ലയിക്കുക എന്നുള്ളതാണ്. അതിവിടെ ശിശുപാലന് സംഭവിച്ചു. അത് കണ്ടപ്പോഴാണ് യുധിഷ്ഠിരന് ആശ്ചര്യം വന്നേ. അപ്പോൾ നാരദ മഹർഷിയോടാണ് ഈ സംശയം ചോദിച്ചത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, യുധിഷ്ഠിരൻ പറയുകയാണ്,
ഭഗവാനെ നിന്ദിച്ച വേനനെ ഋഷികൾ ശപിച്ചിട്ട് നരകത്തിൽ വീഴ്ത്തുകയാണല്ലോ ചെയ്തത്. ഭഗവാനെ നിന്ദിച്ച ആളാണ് വേനൻ. പൃഥുവിന്റെ മുൻപുള്ള ആളായിരുന്നു പൃഥു ചക്രവർത്തി. മുമ്പ് ഞാനത് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ പൃഥുവിന് മുൻപുള്ള ആളായിരുന്നു വേനൻ. വേനന്റെ കാലഘട്ടത്തിലായിരുന്നു ഭൂമി ദേവിയിൽ തൻ്റെ ഭൂമിയിലുള്ള എല്ലാ ജീവരാശികളെയും ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനുള്ള യാതൊന്നും ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. ഭൂമി ഒരു വളരെ ഊഷരമായ ഒരു ഗൃഹമായി മാറി. അതിനുശേഷമാണ് ഭഗവാൻ പൃഥുവിന്റെ രൂപത്തിൽ അവതാരം ചെയ്ത് ഭൂമിയിൽ ദേവിയെ കറന്ന് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി ഭൂമി വീണ്ടും ഊഷ്മളമായി മാറിയത്, ഉർവരമായി മാറി. ഊഷരമായ ഭൂമിയെ വീണ്ടും ഉർവരയാക്കിയത് ഈ പൃഥു ചക്രവർത്തിയാണ്. ആ പൃഥുവിന് മുമ്പുള്ള ആളായിരുന്നു വേനൻ. അപ്പോൾ ആ വേനൻ ഭഗവാനെ നിന്ദ നടത്തിയത് കാരണം ഋഷിമാരെല്ലാം വേനനെ ശപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ശപിച്ച് നരകത്തിൽ വീഴ്ത്തുകയാണ് ചെയ്തത്, ഭഗവാനെ നിന്ദിച്ചത് കാരണം. ഇവിടെ ഭഗവാനെ നിന്ദിച്ച ശിശുപാലൻ ഭഗവാന്റെ പാദത്തിൽ വീണിരിക്കുന്നു, എത്തിയിരിക്കുന്നു. ദമഘോഷന്റെ പുത്രനായ ഈ ശിശുപാലൻ എൻ്റെ ചെറിയമ്മയായ ശ്രുതശ്രവസിന്റെ മകനാണ്. യുധിഷ്ഠിരൻ പറയുകയാണ്, മറ്റൊരു ചെറിയമ്മയായ ശ്രുതദേവയുടെ പുത്രനാണ് ദന്തവക്ത്രൻ. ഇവർ രണ്ടുപേരും ദുർബുദ്ധികളാണ്. ഈ ചെറിയമ്മമാരുടെ മക്കളായ ദന്തവക്ത്രനും ശിശുപാലനും ദുർബുദ്ധികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുമായിരിക്കും. ദുർബുദ്ധികളും തമ്മിലേ ചേരുകയുള്ളൂ. സദ്ബുദ്ധികളും ദുർബുദ്ധികളും ഒരു അമ്മയുടെ വയറ്റിൽ രണ്ടുപേര് ഉള്ളവർ, ഒരാൾ സദ്ബുദ്ധിയാണ് മറ്റേ ആൾ ദുർബുദ്ധിയാണെങ്കിൽ അവർ പരസ്പരം ചേരത്തില്ല, കലഹം ഉണ്ടാവും എപ്പോഴും. ഇത് രണ്ട് ദുർബുദ്ധികൾ തമ്മിൽ പരസ്പരം നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും ദുർബുദ്ധികളായത് കാരണം ഉറ്റ സ്നേഹിതന്മാരുമാണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ശ്രീകൃഷ്ണനെ ദ്വേഷിക്കുന്നവരാണ്. എപ്പോഴും ഭഗവാന്റെ കുറ്റം പറയും. ശിശുപാലൻ കുട്ടിക്കാലത്ത് സംസാരിക്കാൻ തുടങ്ങിയ നാൾ മുതൽ കൃഷ്ണ ഭഗവാനെ അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവനാണ്. ഭഗവൻ നിന്ദയാകുന്ന പാപത്തിന്റെ ഫലമായി അവന്റെ നാവിൽ കുഷ്ഠം ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും ഭഗവാനെ നിന്ദിക്കുന്നവനായിരുന്നു അവൻ. അപ്പൊ യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഈ ഭഗവാന്റെ നിന്ദ കാരണം ഇവന്റെ നാവിൽ കുഷ്ഠമെങ്ങാനും പിടിച്ചു പോകത്തേ ഉള്ളെന്ന്. അത്രയ്ക്കും ഭഗവാനെ കുറ്റം പറയുന്നവനായിരുന്നു ശിശുപാലൻ. പക്ഷെ ആ കുഷ്ഠമെന്ന് പറയുന്ന രോഗമൊന്നും ഉണ്ടായില്ല. മരിച്ചാൽ ഇവൻ നരകത്തിൽ വീഴുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. മാത്രമല്ല, ആർക്കും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയ ശ്രീകൃഷ്ണനിൽ ഏകീഭവിച്ച് ശിശുപാലൻ മുക്തനായി തീരുകയാണല്ലോ ചെയ്തത്. ഭഗവാനെ നിന്ദിക്കൽ മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനമായി എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. ശിശുപാലൻ അതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല താനും. അവൻ മുക്തനായി തീർന്നതിന്റെ താല്പര്യം ഗ്രഹിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്തതിനാൽ എന്റെ ബുദ്ധി കാറ്റിൽ അകപ്പെട്ട വിളക്കിന്റെ നാളം എന്ന പോലെ വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ശിശുപാലൻ മുക്തനായി തീരുവാനുള്ള കാരണം അങ്ങെനിക്ക് പറഞ്ഞു തരണം, സദയം എനിക്ക് പറഞ്ഞു തരണമെന്ന് മഹർഷിയോട് യാചിക്കുകയാണ്. നാരദ മഹർഷിയോട് യാചിക്കുകയാണ് യുധിഷ്ഠിരൻ. ഇങ്ങനെ യുധിഷ്ഠിരൻ അപേക്ഷിച്ചപ്പോൾ നാരദ മഹർഷി രാജസൂയ യാഗത്തിലെ സഭാവാസികൾ കേൾക്കെ ആ സൽക്കഥ പറയാൻ ആരംഭിച്ചു. യുധിഷ്ഠിര, നിന്ദാസ്തുതി, സൽക്കാരം, തിരസ്കാരം ഇവയെല്ലാം ശരീരത്തെ അവലംബിച്ചല്ലേ നടക്കുന്നത്. പ്രകൃതി പുരുഷ തത്വങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാത്തതിനാലാണ് ശരീരമാണ് താനെന്ന അനുഭവം ഉണ്ടാക്കുന്നത്. ശരീരത്തെ താനായും ഭാര്യ, പുത്രൻ മുതലായവരെ തൻ്റേതായും അഭിമാനിക്കുന്നു. അപ്പോഴാണ് ശരീരത്തെ ശകാരിക്കുമ്പോൾ തന്നെ ശകാരിക്കുന്നതായും ശരീരത്തെ ശിക്ഷിക്കുമ്പോൾ തന്നെ ശിക്ഷിക്കുന്നതായും തോന്നപ്പെടുന്നത്. ശരീരത്തെ താനായി അഭിമാനിക്കുന്നവരാണ് ശരീരത്തിന്റെ വധം തന്റെ വധമായി വിചാരിക്കുന്നത്. എല്ലാവരിലും ആത്മാവായി വിളങ്ങുന്നവനും യാതൊരുവിധ കർമ്മമില്ലാത്തവനും എല്ലാവരുടെയും നിയന്താവും പ്രകൃതി പുരുഷന്മാർക്ക് അതീതനുമായ ഭഗവാനെ നിന്ദിക്കാനോ ദ്വേഷിക്കാനോ ആർക്ക് സാധിക്കും? ശരീര അഭിമാനമില്ലാത്തതിനാൽ നമ്മുടെ നിന്ദയോ സ്തുതിയോ ഒന്നും ഭഗവാനെ ബാധിക്കില്ല. അതിനാൽ മനസ്സ് ഈശ്വരനിൽ ഉറയ്ക്കലാണ് ഭഗവത് പ്രാപ്തിക്ക് ആവശ്യം.
അത് വൈര്യം കൊണ്ടോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ എങ്ങനെയാണെങ്കിലും മനസ്സ് ഭഗവാനിൽ ദൃഢമായി ഉറപ്പിക്കുക. അതുമാത്രമാണ്. അല്ല ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തർക്ക് കുറെ അനുഗ്രഹവും നിന്ദിക്കുന്ന ഭക്തർക്ക് കുറെ ദോഷവും വരികയില്ല. കാരണം നിന്ദയ്ക്കോ സ്തുതിക്കോ ഒന്നും ഭഗവാൻ പാത്രീഭൂതനല്ല. കാരണം ഭഗവാൻ ശരീരത്തിലല്ല, ശരീരമുള്ള ആളല്ല ഭഗവാൻ. പിന്നെയോ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തെ, ശക്തിയെ നമ്മുടെ മനസ്സിൽ ദൃഢമാക്കി വയ്ക്കുക. അപ്പോൾ നിരന്തര സ്മരണ കൊണ്ട് മനസ്സ് ഭഗവാനോട് തന്മയീഭവിക്കുന്നത് പോലെ ഭക്തി കൊണ്ടുപോലും സാധിക്കില്ല. അപ്പോൾ നിരന്തര സ്മരണയാണ് ഭഗവാന് മനസ്സിൽ ഉറയ്ക്കുവാൻ വേണ്ടത്. വേട്ടാളൻ കൂട്ടിലടച്ച പുഴു ശത്രുഭാവത്തിലുള്ള ഭയത്താൽ വേട്ടാളനെ തന്നെ നിരന്തരം ചിന്തിച്ച് അല്പദിവസങ്ങൾക്കുള്ളിൽ വേട്ടാളന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നില്ലേ? അതുപോലെ മായ കൊണ്ട് മനുഷ്യനായി അവതരിച്ച കൃഷ്ണനിൽ നിരന്തരം വൈര്യം വളർത്താൻ കഴിഞ്ഞാൽ സ്മരണയുടെ ആ ദാർഢ്യം കൊണ്ട് പാപവാസനകൾ നശിച്ചു. അതാണ് ശിശുപാലൻ മുക്തനായി തീർന്നത്. കാമം, ദ്വേഷം, ഭയം, സ്നേഹം ഇവ കൊണ്ട് ഭക്തി കൊണ്ടെന്ന പോലെ തന്നെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞ അനേകം പേർ മുക്തരായി തീർന്നിട്ടുണ്ട്. ഗോപികൾ ആഗ്രഹത്തിന്റെ ദൃഢത കൊണ്ടാണ് കൃഷ്ണനെ നിരന്തരം ചിന്തിച്ച് മുക്തകളായി തീർന്നത്. കംസനാകട്ടെ ഭയം കൊണ്ടും ശിശുപാലനാകട്ടെ ദ്വേഷം കൊണ്ടുമാണ് മുക്തരായവര്. യാദവന്മാർ ബന്ധം കൊണ്ടും പാണ്ഡവന്മാരായ നിങ്ങൾ സ്നേഹം കൊണ്ടുമാണ് മുക്തരാകാൻ പോകുന്നത്. മഹർഷിമാരായ ഞങ്ങൾ ഭക്തിയിലൂടെയാണ് മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ച് മുക്തരാകാൻ ശ്രമിക്കുന്നത്. വേനൻ ഇവരിലെങ്ങും പെടുന്നില്ല. അദ്ദേഹം ഭഗവാനെ നിന്ദിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭഗവാന്റെ സ്മരണ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹം മുക്തനാവാതിരിക്കാൻ കാരണം. അപ്പോൾ ഭഗവാനെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ഭയക്കുകയോ സ്നേഹിക്കുകയോ എല്ലാം ചെയ്യാം. പക്ഷെ ഭഗവാനോടുള്ള സ്മരണ വേണം. ഇത് വെറുതെ വേനൻ നാവ് കൊണ്ട് ഭഗവാനെ നിന്ദിച്ചതേ ഉള്ളൂ, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് വേനൻ മുക്തനാകാതിരിക്കാൻ കാരണമെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനാൽ ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങയുടെ ചെറിയമ്മമാരുടെ പുത്രന്മാരായ ശിശുപാലനും ദന്തവക്ത്രനും 2 വിഷ്ണു പാർഷദന്മാരായിരുന്നു. ബ്രാഹ്മണ ശാപത്തിനാലാണ് അവർ സ്ഥാനഭ്രഷ്ടരായി ഭൂമിയിൽ വന്ന് ജനിച്ചത്. വിഷ്ണു പാർഷദന്മാർക്ക് ശാപം തട്ടുവാനുള്ള കാരണം എന്താണെന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് നാരദ മഹർഷി മറുപടി പറയുകയാണ്. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ ഭഗവാനെ ദർശിക്കുവാനായി ഒരു ദിവസം വൈകുണ്ഠത്തിലേക്ക് ചെന്നു. കണ്ടാൽ വെറും 5 വയസ്സു മാത്രം പ്രായം തോന്നിക്കുന്നവരും സൃഷ്ടിയുടെ ആരംഭത്തിൽ ജനിച്ചവരുമാണ് സനകാദികൾ. വൈകുണ്ഠത്തിലെ ഗോപുരം കാവൽക്കാരായ ജയവിജയന്മാർ കുട്ടികളാണ് ഈ വന്നതെന്ന് കരുതി അവരെ തടഞ്ഞു. രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും വ്യാപ്തി ഇല്ലാത്ത ഈ വൈകുണ്ഠ ലോകത്തിൽ താമസിക്കുവാൻ നിങ്ങൾ അർഹരല്ല. അതിനാൽ നിങ്ങൾ അസുരന്മാരായി ജനിക്കുവിൻ എന്ന് സനകാദി മഹർഷിമാർ ജയവിജയന്മാരെ ശപിച്ചു. കാരണം സത്തുക്കളായിട്ടുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാത്ത ആസുരികമായ തമോ ഗുണക്കാരായിട്ടുള്ള ഈ ജയവിജയന്മാർ ആ സത്വഗുണം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠത്തിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് സനകാദികൾക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ സനകാദികൾ ആരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അസുരന്മാരെ ജനിക്കട്ടെ എന്ന് ശാപം കൊടുത്തത്. സനകാദി മഹർഷിമാർ ശപിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഇവർക്ക് ഈ ശാപം കൊണ്ട് മുക്തരാകുവാൻ വേണ്ടി ഇവർക്ക് കുറെ കൂടി മാനസികമായിട്ടുള്ള സത്വഗുണം നിലനിന്ന് വൈകുണ്ഠത്തിൽ വിഷ്ണു പാർഷദന്മാരായിരിക്കാനുള്ള യോഗ്യത ഇവർക്ക് കുറച്ചും കൂടി ഉണ്ടാവാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സനകാദികൾ അങ്ങനെ ശാപവാക്കുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ അർഹരല്ല, അതിനാൽ നിങ്ങൾ അസുരന്മാരെ ജനിക്കുവിനെന്ന് സനകാദി മഹർഷിമാർ ജയവിജയന്മാരെ ശപിച്ചു. അവരോട് കാരുണ്യം തോന്നിയതിനാൽ ശപിച്ചതിന് ശേഷമാണ് അവരോട് വീണ്ടും കാരുണ്യം തോന്നിയത് കൊണ്ട് ശാപഫലം 3 ജന്മം കൊണ്ട് അനുഭവിച്ച് തീരുമെന്ന് സനകാദികൾ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആദ്യം അവർ ദിതിയുടെയും കശ്യപ പ്രജാപതിയുടെയും പുത്രന്മാരായ
ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ പേരുകളോടെ അതിശക്തരായ 2 അസുരന്മാരായി ജനിച്ചു. ഭൂമിയെ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന വരാഹസ്വരൂപിയായ ഭഗവാനോട് ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ചെന്നു. ഭഗവാൻ ഹിരണ്യാക്ഷനെ യുദ്ധത്തിൽ കൊന്നു. ഹിരണ്യകശിപുവിനെ നരസിംഹ രൂപേണ അവതരിച്ചും ഭഗവാൻ സംഹരിച്ചു. ഹിരണ്യകശിപുവിന്റെ പുത്രനായിരുന്നു പ്രഹ്ലാദൻ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലുവാൻ വളരെയൊക്കെ ശ്രമിച്ചു നോക്കി. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന ചൈതന്യത്തെ തന്നിൽ താനായി സാക്ഷാത്കരിച്ചവനും ശാന്തനും എല്ലാറ്റിനെയും ആത്മസ്വരൂപേണ കാണുന്നവനുമായിരുന്നു പ്രഹ്ലാദൻ. ഭഗവാന്റെ തേജസ്സിനാൽ രക്ഷിക്കപ്പെട്ടിരുന്ന ആ ബാലനെ ഹിരണ്യകശിപു എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും കൊല്ലുവാൻ സാധിച്ചില്ല. അടുത്ത ജന്മത്തിൽ ജയവിജയന്മാർ വീണ്ടും വിശ്രവ മഹർഷിയുടെയും കേശിനി, അതായത് കൈകസി എന്നും ഈ കേശിനിക്ക് പേരുണ്ട്, കേശിനിയുടെയും പുത്രനായ രാവണൻ, കൈകസിയുടെ മകനാണ്, വിശ്രവസിന്റെയും കൈകസിയുടെയും മകനായി രാവണൻ, കുംഭകർണൻ എന്നീ പേരുകളോട് കൂടിയ 2 രാക്ഷസന്മാരായി ജനിച്ചു. എല്ലാ ലോകങ്ങൾക്കും ഉപദ്രവകാരികളായിരുന്നു ഇവർ. രഘുവംശത്തിൽ ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ അവതരിച്ചു 2 പേരെയും യുദ്ധത്തിൽ കൊന്നു. അതാണ്, വളരെ ആത്മജ്ഞാനിയായിരുന്നു കുംഭകർണൻ. രാവണനോ അതിനേക്കാൾ വലിയ ശിവഭക്തനും എല്ലാ സാമവേദ പണ്ഡിതനും ഒക്കെയായിരുന്നു. പക്ഷെ അഹംബോധം എന്ന ഒരു ഗുണം വർദ്ധിച്ചു പോയതുകൊണ്ടാണ്, അതൊരു തമോ ഗുണത്തിന്റെ അങ്ങേയറ്റത്തിൽ അഹങ്കാര ബുദ്ധിയിൽ ജീവിച്ച് എല്ലാറ്റിനെയും തച്ചു തകർക്കാൻ, ധർമ്മമെല്ലാം നശിപ്പിക്കാൻ കാരണമായത്. പക്ഷേ ഇത്രയും അധർമ്മികളാണെങ്കിലും അവരിലുള്ള ആത്മബോധം, ഭഗവാനാണ് ഈ രാമചന്ദ്ര പ്രഭുവായി വന്നതെന്നും എന്നെ ഭഗവാൻ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗലോകം അല്ലെങ്കിൽ ഭഗവാന്റെ പദം മുക്തി ലഭിക്കുമെന്നും ഈ രാവണനും അറിയാമായിരുന്നു. കുംഭകർണനും വളരെ ആത്മജ്ഞാനിയായിരുന്നു. അവര് ഈ ജയവിജയന്മാരായിരുന്നു ഇവർ 2 പേരും. ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. പിന്നീട് കൈകസിയുടെയും വിശ്രവസിന്റെയും മക്കളായി രാവണനും കുംഭകർണനുമായി ജനിച്ചു. രാമചരിതം അങ്ങ് ഭാവിയിൽ മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്ന് കേൾക്കാൻ ഇടവരും. മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്ന് കേൾക്കുവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി. അപ്പോൾ രാമചരിതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ജയവിജയന്മാർ തന്നെയാണ് ഇപ്പോൾ അങ്ങയുടെ ചെറിയമ്മയുടെ പുത്രന്മാരായി ക്ഷത്രിയന്മാരായി ശിശുപാലനും ദന്തവക്ത്രനുമായി ജനിച്ചിരിക്കുന്നത്. ശത്രുഭാവത്തിൽ തീവ്രതയോടെ 3 ജന്മം ഭഗവാനെ സ്മരിച്ചതിന്റെ ഫലമായിട്ടാണ് ശിശുപാലൻ ഇതാ 3ാമത്തെ ജന്മത്തിൽ ഭഗവാനെ പ്രാപിച്ച് മുക്തനായത്. മഹാത്മാവും പ്രിയപുത്രനുമായ പ്രഹ്ലാദനിൽ ഹിരണ്യകശിപുവിന് വൈര്യം ഉണ്ടാവാൻ കാരണമെന്താണ്? അപ്പോൾ മഹാത്മാവും പ്രിയപുത്രനുമായ പ്രഹ്ലാദനിൽ ഹിരണ്യകശിപുവിന് വൈര്യമുണ്ടാകാൻ കാരണമെന്താണ്? പ്രഹ്ലാദന് ഭക്തി ഉണ്ടാവാനും കാരണമെന്താണ് എന്ന് യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ചോദിക്കുന്നു. അപ്പോൾ നാരദ മഹർഷി അതിനുള്ള മറുപടി പറയുകയാണ് അടുത്ത അധ്യായത്തിൽ. ദിതി സാന്ത്വനം എന്നാണ് 2ാമത്തെ അധ്യായം, സപ്തമസ്കന്ധം 2ാം അധ്യായം. അത് നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും വിശകലനം ചെയ്യാം. ഈ ഭാഗത്തോടെ ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. എല്ലാവരും ഭഗവാന്റെ പൂർണ്ണ രൂപമാണ് ഭാഗവതം. ഭഗവാൻ പൂർണ്ണ തേജസ്സോടെ കലിയുഗത്തിൽ രക്ഷ നൽകുവാൻ വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി വ്യാസഭഗവാനായ രൂപത്തിൽ എഴുതപ്പെട്ടതാണിത്. നമ്മൾ ഭഗവാനെ കുറിച്ച് ഏത് വ്യാസഭഗവാൻ എഴുതിയാലും ഗണപതി മഹർഷി ഭഗവാൻ അത് കേട്ടെഴുതിയാലും നമ്മൾ ഓരോരുത്തരും വളരെ പുരാണ കാലത്തുള്ള മഹർഷീശ്വരന്മാരായിട്ടെല്ലാം അവതരിച്ചത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആത്മരൂപങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും മഹർഷീശ്വരന്മാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കുറിച്ച് ഒരു വരിയെങ്കിലും എഴുതാൻ നമുക്ക് അറിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്തിനാണ് നമ്മളെ ഭഗവാൻ അങ്ങനെ ആ ഇച്ഛ തന്ന് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളുടെ
ആ ശമനത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും അത് കേൾക്കുവാനും എഴുതുവാനും നമ്മളത് വായിക്കുവാനും മറ്റുള്ളവർ അത് വായിക്കുന്നത് കേൾക്കുവാനും ഓരോ മഹർഷീശ്വരന്മാർ എഴുതിയ പുരാണ പുണ്യം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുവാനും ഒക്കെ ഉള്ള ആ അറിവും കഴിവും കേൾവിശക്തിയും ബുദ്ധിശക്തിയും മനനം ചെയ്യുവാനുള്ള മാനസികമായ ശക്തിയും ഒക്കെ തന്ന് നമ്മളെ ഈ മഹാ അന്ധകാരത്തിൽ നിന്ന് സംസാര സാഗരത്തിൽ നിന്ന് മറുകര എത്തുവാനുള്ള പല മാർഗങ്ങളാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഭക്തി വർദ്ധിക്കുവാനുള്ള ഏക മാർഗമാണ് ഈ ഭാഗവതം. 17 പുരാണങ്ങൾ എഴുതി, 18ത്തെ പുരാണമാണിത്. ഈ 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരമാണ് ഭാഗവതം. കാരണം അതിൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് എഴുതുക എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എന്താണോ ആദിയിലുണ്ടായത്. ഇപ്പം മറ്റു പുരാണങ്ങൾ, മാർക്കണ്ഡേയ പുരാണം, അതുപോലെ തന്നെ ശിവപുരാണം, സ്കന്ദപുരാണം, ബ്രഹ്മവൈവത്ര പുരാണം, ഇങ്ങനെ ധാരാളം ബാക്കിയുള്ള പുരാണങ്ങളെല്ലാം ഉണ്ട്. ഗരുഡ പുരാണം. ഇതെല്ലാം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അല്ലെ മറ്റ് ദേവതകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ സംഭവിച്ചതിനുമൊക്കെ മുന്നേ ഇവരെയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ദേവതാ ഗണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ച സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ഒരു ശക്തി ആദിയിൽ ഉണ്ടായിരുന്നല്ലോ. അതുള്ളതുകൊണ്ടാണല്ലോ ബാക്കിയെല്ലാം സംഭവിച്ചത്. ആ ആദിയിലുണ്ടായ ശക്തിയെക്കുറിച്ച് എഴുതിയാലേ എല്ലാ പുരാണങ്ങൾക്കും മീതെ അത് ആവുകയും ചെയ്യുന്നുണ്ട്. എല്ലാറ്റിനേക്കാളും കൂടുതൽ ഗുണവും ഭക്തിയും മനുഷ്യർക്ക് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കും ഉണ്ടാവുകയുള്ളൂ ആദിയിൽ. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ കാര്യങ്ങൾ എഴുതിയത് ഏറ്റവും പുണ്യമായ ഗ്രന്ഥമായി മാറി എല്ലാവരുടെയും ഭക്തി വർദ്ധിക്കുവാനും അതിലൂടെ ഓരോരുത്തർക്കും മുക്തി സിദ്ധിക്കുവാനും ഭാഗവതം കാരണമായത്. കാരണം മറ്റ് പുരാണ ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാൻ സൃഷ്ടിച്ച മറ്റ് ഓരോ ദേവതകളുടെയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിന് കാരണനായിട്ടുള്ള ആ ആദിമൂലമായിട്ടുള്ള ആ പരമാത്മാവ്, അഖിലാണ്ടങ്ങളെയും സൃഷ്ടിച്ച ആ ബ്രഹ്മാണ്ഡ നായകൻ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ആ ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിന് ഇത്രയും ശക്തിയും ഭക്തി വർദ്ധിപ്പിക്കുവാനും കാരണമായത്. ഭഗവാനിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും വായിക്കുകയും അറിയുകയും അതിന്റെ തത്വം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഏക പുരാണ ഗ്രന്ഥമാണ് ഭാഗവതം. മറ്റു പുരാണങ്ങളൊക്കെ വായിച്ചോളൂ, എങ്കിലും ഭാഗവതം പോലെ ഭക്തി വർദ്ധിക്കുവാനും മുക്തി സിദ്ധിക്കുവാനും മറ്റൊരു ഗ്രന്ഥവുമില്ല. അപ്പോൾ ഇതിലില്ലാത്തതൊന്നുമില്ല. ഭാഗവതം അവസാനം 12 സ്കന്ധമൊക്കെ വായിച്ചു നോക്കുക. ഏകാദശവും ദ്വാദശ സ്കന്ധവും ഒക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. ഭഗവത്ഗീതയും എല്ലാ പുരാണങ്ങളും ഉപനിഷത്ത് സാരാംശം വരെയും ഭാഗവതത്തിൽ തന്നെയുണ്ട്. മറ്റൊന്നും നമ്മൾ പോകണ്ട. വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഭീതിതമായ അവസ്ഥകൾ, കലിയുഗത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥകൾ, കലിയുഗത്തിന് ശേഷം സംഭവിക്കുന്ന വീണ്ടും സത്യയുഗം ആരംഭിക്കുന്നത്, കലിയുഗത്തിൽ ഏതൊക്കെ രാജവംശങ്ങൾ ഭൂമി ഭരിക്കുമെന്നും അവരാരൊക്കെയാണെന്നും എത്ര വർഷം ഭരിക്കുമെന്നും എല്ലാം വിശദമായി ഭാഗവതത്തിലുണ്ട്. കലിയുഗത്തെ മാത്രമല്ല, കലിയുഗത്തിന് ശേഷം വരുന്ന സത്യയുഗത്തെയും അതിന് മുമ്പുണ്ടായിരുന്ന ദ്വാപരയുഗം, ഭഗവാൻ ജനിച്ച ദ്വാപരത്തെയും അതിന് മുമ്പുള്ള ത്രേതായുഗവും എല്ലാം യുഗവർണ്ണനകളും ഓരോ യുഗവും അതിൻ്റെ സവിശേഷതയും അതിൻ്റെ ആ കാലഗണനയും എന്തെല്ലാമാണോ നമുക്കൊരു ആത്മീയ അറിവിലേക്ക്, ഒരു അന്വേഷിക്ക് ഇറങ്ങിത്തിരിക്കുന്നവന് എന്തൊക്കെ അറിവാണോ വേണ്ടത് അതെല്ലാം ഈ ഭാഗവതത്തിലുണ്ട്. ഭാഗവതം ശ്രദ്ധയോടെ എല്ലാ സ്കന്ധങ്ങളും പഠിച്ചു വരുമ്പോൾ നമുക്ക് പരിപൂർണമായ മുക്തി സിദ്ധിക്കും. പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ കർമ്മങ്ങളൊന്നും ബാക്കിയില്ല എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ എന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു മനസ്സോടെ എല്ലാവരും ഭാഗവത ധർമ്മം ഏറ്റെടുത്ത് ഭഗവാന്റെ ഭക്തരായാൽ തന്നെ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന മായാശക്തിയായ ആ ഇച്ഛാശക്തിയായ ദേവിയെയും നമുക്ക് സ്മരിക്കാതെ തരമില്ല. കാരണം ഭഗവാൻ മാത്രമായി നിൽക്കുമ്പോൾ നമ്മിലിരിക്കുന്ന ആത്മശക്തി മാത്രമേ ആകുന്നുള്ളൂ. ആ ആത്മാവിന് പ്രവർത്തിക്കുവാൻ ജീവനുള്ള പ്രാണൻ നിലനിർത്തുന്ന ഒരു ശരീരം വേണ്ടേ? അപ്പോൾ ആ ശരീരമാണ് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നമുക്കുണ്ടായ ഈ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച ഈ ശരീരം. അപ്പോൾ ദേവിയും ഭഗവാനും രണ്ടല്ല.
നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ രണ്ടാണ് ദേവിയും ഭഗവാനും, പ്രകൃതിയും പുരുഷനും എന്ന് രണ്ടായി പറയുമെങ്കിലും ആ പുരുഷന്റെ ഉള്ളിലെ തന്നെ ഇച്ഛാശക്തിയാണ് പ്രകൃതിയായ ദേവി. അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ രണ്ടായിരിക്കുന്ന ആ തത്വം അവസാനം ഏകീഭവിച്ച് ഏകമായി മാറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഏകമായിട്ടുള്ളതിൻ്റെ ആ ദ്വൈതഭാവത്തെയും നാം സ്മരിച്ചുകൊണ്ട്, നമുക്ക് പ്രകൃതിയെയും പുരുഷനെയും സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും പ്രകൃതിയുടെയും പുരുഷന്റെയും പത്മപാദങ്ങളിൽ ചേർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഭാഗം അവസാനിപ്പിക്കാം. എല്ലാവരെയും ദേവിയും ഭഗവാനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും